ചോറിങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് അച്ചാറൊക്കെ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ എന്ത് രസമല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ട്യൂൺ കൊണ്ടിട്ട് അച്ചാറുണ്ടാക്കാം. എന്തായാലും നോമ്പൊക്കെയല്ലേ വരാൻ പോണേ, അപ്പോൾ ഒരു നോൺ വെജ് അച്ചാർ തന്നെ ആയിക്കോട്ടെ. ഇത്തവണ നെക്സ്റ്റ് പോയപ്പോൾ നല്ല അലുവ കഷ്ണം പോലത്തെ ട്യൂണ ഫിഷ് കിട്ടി. ഇതിന് വെള്ളച്ചൂരാന്ന് പറയും കേട്ടോ. ഇത് നല്ല സുഷി പോലത്തേക്ക് ഐറ്റംസ് ഉണ്ടാക്കാൻ അടിപൊളിയാണ്. പച്ചന കഴിക്കാൻ അടിപൊളിയാട്ടോ, നല്ല സോയ സോസിലൊക്കെ മുക്കിയിട്ട്. അപ്പം ഞാനത് മുറിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം തിരുമ്മി പിടിച്ച്. പിന്നെ എയർ ഫ്രയറിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. അതുകൊണ്ട് 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുള്ളൂ. ഇതിനിട്ട് ബാക്കി ഉണ്ടായിരുന്ന മീൻ ഞാൻ നല്ല തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിരുന്നേ. പിന്നെ ഇപ്പോൾ അതായത് എയർ ഫ്രയറിനകത്ത് നല്ല അടക്കി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യം ഞാൻ റോസ്റ്റ് മോഡാണ് ഇട്ടിടുന്നത്. അപ്പോൾ റോസ്റ്റിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 5 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് അതൊന്ന് ആയിക്കഴിയുമ്പോൾ ഒന്ന് മീൻ തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വയ്ക്കാം. റോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മുരിയാൻ വേണ്ടിയിട്ട് ഫ്രൈസ് മോഡിലിട്ടിട്ട് ഒരു 180ൽ ഇതുപോലെ തന്നെ 5 മിനിറ്റായിട്ട് തിരിച്ചിടാം കേട്ടോ. നിങ്ങൾക്കിതിന് പകരമായിട്ട് നല്ല വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി എടുത്താൽ മതി. ഇനി നമ്മളിതേ നല്ലെണ്ണ ആട്ടോ യൂസ് ചെയ്യണം. നല്ലെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഞാൻ വേപ്പിലിടാൻ മറന്നു കേട്ടോ. അപ്പോൾ വേപ്പിലയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മീനിൻ്റെ അനുസരിച്ചിട്ട് പാകത്തിനെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളുടെ മീൻ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല നെയ്യുള്ള മീനാട്ടോ, അതുകൊണ്ട് നമുക്കധികം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. അതിൽ നിന്ന് തന്നെ നല്ലോണം നെയ്യ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതേ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി വച്ചതിലേക്ക് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി കുറച്ച് അച്ചാർ പൊടിയും കാശ്മീരി ചില്ലിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലോണം അതൊന്ന് വഴണ്ട് വരുമ്പോൾ വിനീഗർ ഒഴിക്കണം. ഗ്രേവി നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മീൻ വറുക്കാൻ നേരത്തെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഈ ടൈമിൽ മുളക് പൊടി കൂടുതലിടാം കേട്ടോ. ഒരു 1/2 കപ്പോളൊക്കെ വിനീഗർ ഞാൻ 2 ബാച്ചായിട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിൽ കിടന്ന് നല്ല കുറുകി വരുമ്പോൾ നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറേ നാളത്തേക്ക് കേടുവിടാണ്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ട്യൂണ പിക്കിൾ റെഡിയാണ് കേട്ടോ. ഈ നോമ്പിൻ്റെ കാലത്തെ അത്താഴത്തിന് കഞ്ഞിയോ ജീരകഞ്ഞിയോ ഒക്കെ കഴിക്കുന്നവർക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയല്ലേ. ശരി എന്നാൽ, ബൈ ബൈ.